അതിന്റെ അവതരണമാണ് പ്രേക്ഷകർ കണ്ടത്. റിപ്പോർട്ടർ വാർ അപ്ഡേറ്റ് ബ്രേക്കിംഗ്. ഇറാന്റെ ഒമാൻ ആക്രമണത്തെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ് GCC തലവന്മാർ. ഇറാൻ നടത്തിയത് കടുത്ത നിയമലംഘനമെന്ന് ജാസിം അൽ ബുദൈവി. പ്രാദേശിക സുരക്ഷയ്ക്ക് ഇറാന്റെ നടപടി ഭീഷണിയാണ് എന്നാണ് വിലയിരുത്തൽ. സായ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. സായി, GCC രാഷ്ട്രങ്ങൾ ആകെ മറുകണ്ഠം ചാടുകയാണോ? തീർച്ചയായും മാധു, ഒമാന് നേരെ നടത്തിയ ആക്രമണമാണ് ഇപ്പോൾ ഇറാന് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. അതിന് കടുത്ത ഭാഷയിലാണ് ഇപ്പോൾ GCC തലവൻ അതൃപ്തി അറിയിച്ചിരിക്കുന്നത്, വിമർശനം നടത്തിയിരിക്കുന്നത്. ഇറാൻ നടത്തിയത് കടുത്ത നിയമലംഘനമാണ് എന്നാണ് GCC തലവനായ ജാസിം അൽ ബുദൈവി കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന നടപടിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇത് അനുവദിക്കാൻ കഴിയില്ല, ഇത് പ്രകോപനപരമാണ്. ഇത്തരം നീക്കങ്ങളിൽ നിന്ന് ഇറാൻ പിന്മാറിയേ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോൾ GCC തലവൻ തന്നെ മുന്നറിയിപ്പ് നൽകുന്നത്. മേഖലയിലെ ഈ സുരക്ഷാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ GCC ഒരു അടിയന്തര യോഗവും ചേർന്നിരുന്നു. അവിടുത്തെ രാജ്യ തലവന്മാർ തമ്മിൽ പരസ്പര ആശയവിനിമയം നടത്തുന്നുണ്ട്. അവിടെ എല്ലാ രാജ്യങ്ങളിലേക്കും കടന്നു കയറിയുള്ള ഇറാന്റെ ഈ ആക്രമണത്തെ അങ്ങേയറ്റം കടുത്ത ഭാഷയിൽ തന്നെ അതാത് രാജ്യങ്ങൾ അപലപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒമാനെ കൂടി ഇറാൻ ആക്രമിച്ചതോടെയാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളെല്ലാം രൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ ഇറാനെ കുറ്റപ്പെടുത്തുന്നത്. ഇത് ഒരു കാരണവശാലും ഇന്നലെ വരെ എല്ലാ തലത്തിലും ഇറാനുമായി കൈചേർത്ത് പ്രവർത്തിച്ച, ഇതിലൊരു കരാറുണ്ടാക്കുന്നതിന് മധ്യസ്ഥത വഹിച്ച ഒമാനിലേക്ക് കൂടി കയറി അവിടുത്തെ എണ്ണക്കപ്പലിനെ അടക്കം ആക്രമിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഖത്തറടക്കമുള്ള രാജ്യങ്ങളും കുറ്റപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ മേഖലയിൽ ഇറാൻ ഇപ്പോൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. GCC തലവന്റെ പ്രതികരണം കൂടി വരുമ്പോൾ അങ്ങനെ വേണം മാധു മനസ്സിലാക്കാൻ. ഈ GCC രാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ക്രമീകരിച്ചിരുന്നുവല്ലോ, അത് നടന്നിട്ടുണ്ടോ? അത് ഉടൻ തന്നെ നടക്കും. ഓൺലൈനായിട്ടായിരിക്കും GCC രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ യോഗം ചേരുക. അത് ഉടൻ തന്നെ നടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മേഖലയിലെ എല്ലാ സുരക്ഷാ പ്രശ്നങ്ങളും അവർ പരിശോധിക്കുകയും ചെയ്യും.